വിശദമായ വാർത്തകളിലേക്ക്. മുജാഹിദ് വേദിയിൽ ആ വാർത്തയിലേക്ക് തിരികെ എത്താം. ബിജെപിയോടുള്ള മൃദു സമീപനത്തിനെതിരെ മുജാഹിദ് സമ്മേളനത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം തട്ടിയോ എന്ന് മുജാഹിദ് നേതൃത്വം ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയോട് വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും എതിർക്കേണ്ടവരെ എതിർത്തു പോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിജെപിയോട് മുജാഹിദ് നേതൃത്വം മൃദു സമീപനം സ്വീകരിക്കുന്നെന്ന ആരോപണം സമ്മേളനത്തിൽ തന്നെ ഉയർന്നിരുന്നു. ജോൺ ബ്രിട്ടാസും ബിനോയ് വിശ്വവും നടത്തിയ വിമർശനങ്ങളുടെ തുടർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RSS ഉണ്ടാക്കുന്ന ആപത്ത് കാണാതിരിക്കരുത്, ഓങ്ങി നിൽക്കുന്ന മഴവിന് താഴെ കഴുത്തു കാണിക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ താക്കീത്. സ്വയം കുഴിയിൽ ചെന്ന് വീഴരുത്. മതനിരപേക്ഷതയുടെ ഭാഗമായി മാത്രമേ മതന്യൂനപക്ഷ സംരക്ഷണം ഉണ്ടാകൂ എന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയണം. അല്ലെങ്കിൽ ആപത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയാണ് ചെയ്യുക. മഴ ഓങ്ങി നിൽക്കുന്നുണ്ട്, അതിന്റെ താഴെ പോയി കഴുത്ത് കാണിച്ചു കൊടുക്കരുത്. മതനിരപേക്ഷ ശക്തികൾക്കെല്ലാം ഒന്നിച്ചു നിൽക്കാനാവണം. നിർഭാഗ്യവശാൽ തെറ്റായൊരു ചിന്താഗതിക്ക് മതന്യൂനപക്ഷത്തിലെ ചെറിയൊരു വിഭാഗം അടിപ്പെട്ടിട്ടുണ്ട്. സമുദായ പരിഷ്കരണത്തിനിറങ്ങിയ സംഘടനകൾ യാഥാസ്ഥിതികതയിലേക്ക് ചുരുങ്ങിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നവോത്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം തട്ടിയോ എന്ന് മുജാഹിദ് നേതൃത്വം പരിശോധിക്കണം. കേരള നദ്വത്തുൽ മുജാഹിദിനെ പോലെ നമ്മുടെ നാടിന്റെ നവോത്ഥാന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്ന്, അതായത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. PK കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി മുസ്ലിം ലീഗിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. BJP നേതാക്കളെ സമ്മേളനത്തിൽ ക്ഷണിച്ചതുൾപ്പെടെ വലിയ വിവാദമായെങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് മുജാഹിദ് നേതൃത്വം. മിലിറ്റന്റ് ഗ്രൂപ്പുകൾ സമുദായ നവോത്ഥാനത്തെ സഹായിക്കില്ലെന്ന് KNM സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ മജീദ് സ്വലാഹി പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. CPM മതത്തിനെതിരല്ലെന്നും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നുമാണ് നിലപാടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതികൾ നടപ്പാക്കൂ. EP വിഷയം മാധ്യമങ്ങളാണ് ഉണ്ടാക്കിയത്, അത് മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യട്ടെ എന്നും പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയും ഒരു പദ്ധതിയും ഒരു പരിഷ്കരണവും കേരളത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല, പാർട്ടിയും ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസികൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ടോ ഒരു യുക്തിവാദ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതല്ല ഗവൺമെന്റിന്റെ സമീപനം. ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് പാർട്ടിയും ഗവൺമെന്റും യഥാർത്ഥത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗൃഹ സന്ദർശനത്തിന് തുടക്കമിട്ട CPM സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാട് അറിയിച്ചുമാണ് ഗൃഹ സന്ദർശനം. തിരുവനന്തപുരത്ത് പുത്തൻപള്ളിയിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗൃഹ സന്ദർശനത്തിന് തുടക്കമിട്ടു. എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹ സന്ദർശനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് CPM ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമിട്ടത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സന്ദർശനത്തിൽ താഴെത്തട്ടിലെ ജനവികാരം നേരിട്ട് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ് CPM ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തുറന്നുകാട്ടുകയുമാണ് ലക്ഷ്യമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ഞങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി ഫലപ്രദമായിട്ട് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ പറ്റി അവർക്ക് പറയാനുള്ളത് പറയാം, പാർട്ടിയെ പറ്റി അവർക്ക് പറയാനുള്ളത് പറയാം. പ്രാദേശിക നേതാക്കൾ മുതൽ PB അംഗങ്ങൾ വരെ ഗൃഹസന്ദർശനത്തിൽ പങ്കാളിയാകും. സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും നേതാക്കൾ കേൾക്കും. ഈ മാസം 21 വരെയാണ് ഗൃഹസന്ദർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമോപദേശം സജിക്ക് അനുകൂലം. സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളാനാകില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിൽ ഗവർണർക്ക് നിയമോപദേശം നൽകി. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്ന സാഹചര്യവും കോടതി നടപടികൾ തുടരുന്നതും മുൻനിർത്തിയായിരുന്നു ഗവർണർ നിയമോപദേശം തേടിയത്.
സജി ചെറിയൻ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ നിയമപ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് ഗവർണർ നിയമോപദേശം തേടിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്നാണ് നിയമോപദേശം. സത്യപ്രതിജ്ഞ ഒരുക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രി പേര് നിർദ്ദേശിച്ചാൽ ഗവർണർക്ക് തള്ളാനാകില്ല. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തത തേടാമെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ നൽകിയ നിയമോപദേശത്തിലുണ്ട്. ഗവർണർ നാളെ വൈകിട്ട് തലസ്ഥാനത്തെത്തും. വിഷയത്തിൽ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്നും ഭരണഘടനാ വിദഗ്ധരിൽ നിന്നും ഗവർണർ നിയമോപദേശം തേടാനുള്ള സാധ്യതയുമുണ്ട്. ഗവർണറുടെ നീക്കങ്ങൾക്കിടയിലും സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുകയാണ് പാർട്ടിയും സർക്കാരും. ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ. മന്ത്രിയെ തീരുമാനിക്കുക അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനനുസരിച്ച് തീയതി നിശ്ചയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. MLA ആയ ഏതൊരാൾക്കും മന്ത്രിയാകാമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ. ഹൈക്കോടതി സജി ചെറിയാന് അയോഗ്യത കൽപ്പിച്ചിട്ടുമില്ല. മുൻപ് താൻ തന്നെ വിമർശിച്ച സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിലെ അതൃപ്തി പ്രകടമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഗവർണർ നിയമോപദേശം തേടിയതെന്ന സൂചനയും ശക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. ചികിത്സയ്ക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൽ തിരിച്ചെത്തി. സോളാർ പീഡനക്കേസിൽ ഉത്കണ്ഠ ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്നും രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരികയാണ്. ആദ്യമായിട്ട് ജർമ്മനിയിലാണ് പോയിരുന്നത്. അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി. തുടർന്നുള്ള കാര്യങ്ങൾ അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വേണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. അതനുസരിച്ച് നമ്മുടെ ബാംഗ്ലൂരിലെ HCG ഹോസ്പിറ്റലിലെ ഡോക്ടർ വിശാൽ റാവു അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലെ ഒരു ചികിത്സ നടപ്പിന് ഒരു 3 ആഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടർമാരെ കാണുകയും അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചുള്ള ചികിത്സ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, ആശുപത്രിവാസത്തിന് ശേഷം ആരോഗ്യവാനായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൽ തിരികെ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ സജീവമാകും എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ തന്നെ ഈ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്? മാസങ്ങൾക്ക് ശേഷമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ആരോഗ്യസ്ഥിതി പൂർണ്ണമായി വീണ്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം ജഗതിയിലുള്ള വസതിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. അല്പ ദിവസങ്ങൾ കൂടി അദ്ദേഹം വിശ്രമത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് സർക്കാരിനോട് തനിക്ക് ഒരു കാര്യത്തിൽ മാത്രമാണ് പരിഭവമുള്ളത്. പരാതിക്കാരി പറഞ്ഞ വാക്ക് മാത്രം കേട്ടുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ടെത്തിയ ഒരു കേസിൽ വീണ്ടും അന്വേഷണം CBIയെ ഏൽപ്പിച്ച കാര്യത്തിൽ തനിക്ക് സർക്കാരിനോട് പരിഭവമുണ്ട് എന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ തുടർന്ന് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായിട്ടുണ്ടാകുമെന്നും എന്നാൽ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം സംബന്ധിച്ച് അത് പാർട്ടി നേതൃത്വമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായാലും കൃത്യമായ നിലപാട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആര്യ, ശരി. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മാനനഷ്ട കേസിൽ VS അച്യുതാനന്ദന് ഉമ്മൻചാണ്ടി കോടതി ചെലവ് നൽകണമെന്ന് കോടതി വിധി. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സബ് കോടതി വിധി അസ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിലാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശം. ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസിൽ സബ് കോടതി അനുകൂല വിധി പ്രസ്താവിച്ചിരുന്നു. VS 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിധി. തുടർന്ന് VS നൽകിയ അപ്പീലിൽ സബ് കോടതി വിധി ജില്ലാ കോടതി അസ്ഥിരപ്പെടുത്തി. ഈ വിധി പകർപ്പിലാണ് VSന്റെ കോടതി ചെലവ് ഉമ്മൻചാണ്ടി നൽകണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്.
തൃശൂർ കുന്നംകുളത്ത് വീട്ടിൽ പട്ടാപ്പകൽ വൻ കവർച്ച. ശാസ്ത്രി നഗറിൽ താമസിക്കുന്ന LIC ഡിവിഷണൽ ഓഫീസർ ദേവിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. 80 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ഇന്ന് രാവിലെ വീട്ടുകാർ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് മോഷണം നടന്നത്. രാവിലെ 10 മണിക്ക് പോയ വീട്ടുകാർ ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരുടെ യാത്ര സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാവുന്നവരാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുതുവർഷ ദിനത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 8 മരണം. ആലപ്പുഴയിൽ പോലീസ് ജീപ്പ് ഇടിച്ച് 2 പേരും, തിരുവല്ലയിൽ ടാങ്കർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് 2 യുവാക്കളും മരിച്ചു. ആലപ്പുഴ തലവടിയിൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പിയുടെ വാഹനം ഇരുചക്രവാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കോട്ടയം വെസ്റ്റ് സ്വദേശികളായ അലക്സ്, ജസ്റ്റിൻ എന്നിവരാണ് മരിച്ചത്. DCRB ഡിവൈഎസ്പി സജിമോനെ തണ്ണീർമുക്കത്തെ വീട്ടിലാക്കി മടങ്ങി വരും വഴിയാണ് അപകടമുണ്ടായത്. തിരുവല്ല ബൈപ്പാസിൽ ടാങ്കർ ലോറിക്ക് പിന്നിലിടിച്ചാണ് 2 യുവാക്കളുടെ ദാരുണാന്ത്യം. കുന്നന്താനം സ്വദേശികളായ അരുൺ, ശ്യാം എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. പത്തനംതിട്ട ഏനാത്തിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് ഇലമംഗലം സ്വദേശി തുളസീധരൻ മരിച്ചു. ഇടുക്കി മുനിയറയിൽ വിനോദയാത്രാ സംഘത്തിന്റെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം സ്വദേശി മിൽഹാജാണ് മരിച്ചത്. വളാഞ്ചേരി റീജിയണൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 1:15 അപകടം. ഈ റോഡിന്റെ പണി നടന്നപ്പോൾ ഈ 5 കിലോമീറ്റർ വീതി കുറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും അഴിമതി തന്നെ നടത്തിയത്. ഇവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നടന്നിരിക്കുന്നത്. ഈ അപകടം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു വണ്ടി വന്നാൽ പിന്നെ ഒരു മനുഷ്യൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പോലും ഉള്ള ഇടയില്ല. കോഴിക്കോട് കക്കോടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരൻ കക്കോടി സ്വദേശി ബിജുവാണ് മരിച്ചത്. രാത്രി 12:30യോടെയായിരുന്നു അപകടം. കൊയിലാണ്ടിയിൽ ശരീരത്തിലൂടെ ബസ് കയറി സ്ത്രീക്ക് ദാരുണാന്ത്യം. നെല്ലാടി വിയ്യൂർ വളപ്പിൽ ശ്യാമളയാണ് മരിച്ചത്. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട് മേപ്പാടിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുന്നമംഗലം വയൽ സ്വദേശി മുർഷിദാണ് മരിച്ചത്. പുതുവർഷാഘോഷത്തിനിടെ വാക്കുതർക്കം കത്തിക്കുത്തിൽ എത്തുകയായിരുന്നു. രാത്രിയിൽ കുത്തേറ്റ മുർഷിദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. മേപ്പാടി എരുമക്കൊല്ലി റോഡിൽ പൂളക്കുന്നിന് സമീപമായിരുന്നു സംഭവം. പ്രതി രൂപേഷിനെ പോലീസ് പിടികൂടി. പത്തനംതിട്ട ലാഹയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച KSRTC ബസ് മറിഞ്ഞ് 15 പേർക്ക് പരിക്ക്. പമ്പയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരുക്ക് പറ്റിയവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെരുന്നാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണം. അപകടത്തിൽപ്പെട്ടവരെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. മുൻപ് 2 അപകടങ്ങൾ നടന്ന ലാഹ വിളക്ക് വഞ്ചിക്ക് സമീപമാണ് വീണ്ടും അപകടമുണ്ടായത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. മാമോദിസ ചടങ്ങിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്നാണ് പരാതി. മല്ലപ്പള്ളിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു വിരുന്ന്. ചെങ്ങന്നൂരിൽ നിന്നുള്ള കേറ്ററിംഗ് സ്ഥാപനമാണ് ഭക്ഷണം എത്തിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയത്. ഓൺ ഫ്രഷ് എന്ന ചെങ്ങന്നൂരിലുള്ള കേറ്ററിംഗ് കമ്പനിക്കാണ് ഞാൻ കേറ്ററിംഗ് കൊടുത്തത്. 190 പേരുടെ ഓർഡറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയവർ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഫുഡ് കഴിച്ച് പോയവരിൽ നിന്ന് വെള്ളിയാഴ്ച തൊട്ട് ആൾക്കാർ ഓരോരുത്തർ എന്നെ വിളിച്ച് ഓരോ വയറിന് അസ്വസ്ഥതയുണ്ട്, പനിയുണ്ട്, ഷിവറിംഗ് ഉണ്ട്, ഇങ്ങനെ ഓരോ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ ഈ 2-3 പേര് വിളിക്കുമ്പോൾ നമ്മളത് കാര്യമാക്കിയില്ല. പക്ഷെ അത് ശനിയാഴ്ചയായിട്ട് ആളുടെ എണ്ണം ഏകദേശം 100-ൽ പരമായി. അങ്ങനെ പലരും ഹോസ്പിറ്റലൈസ് ആയവരുണ്ട്, കുറച്ച് പേര് ഹോസ്പിറ്റലൈസിൽ നിന്ന് റിലീസ് ആയവരുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും വയറിൻ്റെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. ചിലർക്കാണെങ്കിൽ കുടലിൽ ഇൻഫെക്ഷൻ വരെ ആയിട്ടുണ്ട് എന്ന് ഇങ്ങനെ നിൽക്കുന്നു. പുതുവർഷ ദിനത്തിൽ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കൂട്ടി. 25 രൂപയാണ് സിലിണ്ടറിന് കൂട്ടിയത്. ഡൽഹിയിൽ സിലിണ്ടറിന് 1768 രൂപയായി. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 2 പേർ മരിച്ചു. 14 തൊഴിലാളികൾക്ക് പരുക്ക്.
രക്ഷാപ്രവർത്തനവും തീ അണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുകയാണ്. ആകാശ രക്ഷാപ്രവർത്തനത്തിനാണ് പരിഗണന നൽകുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി സംഭവസ്ഥലത്തെത്തി. ലൈംഗിക പീഡന പരാതിയിൽ ഹരിയാനയിലെ കായിക മന്ത്രി സന്ദീപ് സിംഗ് രാജിവെച്ചു. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും BJP MLAയുമായ സന്ദീപിനെതിരെ വ്യാഴാഴ്ചയാണ് ജൂനിയർ അത്ലറ്റിക്സ് കോച്ച് പരാതി ഉന്നയിച്ചത്. 2022 ജൂലൈ 1 സന്ദീപ് സിംഗ് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. കോച്ചിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെക്ടർ 26 പോലീസ് കേസെടുത്തിരുന്നു. കേസ് വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സന്ദീപ് സിംഗ് പ്രതികരിച്ചു. നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും സന്ദീപ് സിംഗ് പറഞ്ഞു. മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനാണ് കായിക വകുപ്പിന്റെ ചുമതല. ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് അപകട സമയത്ത് മദ്യപിച്ചിരുന്നില്ലെന്ന് പോലീസ്. പന്ത് ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് ഉത്തരാഖണ്ഡ് DGP വ്യക്തമാക്കി. വാഹനം അമിത വേഗതയിൽ ആയിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. ഡിവൈഡറിൽ തട്ടി വാഹനം മറിയുന്ന CCTV ദൃശ്യങ്ങളാണ് അമിത വേഗതയുണ്ടെന്ന് തോന്നിപ്പിച്ചതെന്ന് വിശദീകരണം. കാറിന്റെ വേഗം 80 കിലോമീറ്റർ പരിധി കടന്നിരുന്നില്ലെന്നാണ് പ്രതികരണം. അതേസമയം പുലർച്ചെ തനിച്ച് വാഹനം ഓടിച്ചു പോകേണ്ടെന്ന് പന്തിനോട് സുഹൃത്ത് ഉപദേശിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട്. വടക്കേ മലബാറിലെ തെയ്യക്കോലം വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങളില്ലാതെ നടന്ന പുതുവത്സര ആഘോഷങ്ങളിൽ റെക്കോർഡ് വിറ്റുവരവുമായി ബെവ്കോ ഔട്ട്ലെറ്റ്. ഡിസംബർ 31 മാത്രം ബെവ്കോ ഔട്ട്ലെറ്റുകളിലൂടെ വിറ്റഴിച്ചത് 107.14 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം ഇത് 95.67 കോടിയായിരുന്നു. വിൽപ്പനയിൽ 1 കോടി കടന്ന് തിരുവനന്തപുരം പവർ ഹൌസ് റോഡ് ബെവ്കോ ഔട്ട്ലെറ്റ് റെക്കോർഡിട്ടു. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, മലയാളികൾ കുടിച്ചാഘോഷിച്ചതിന്റെ കണക്ക് എങ്ങനെയാണ്? ആര്യ, ക്രിസ്മസിന് പിന്നാലെയാണ് ന്യൂ ഇയറിനും ബെവ്കോയ്ക്ക് റെക്കോർഡ് വിൽപ്പന ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 31 മാത്രം ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത് 107 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം ഇത് 95 കോടിയായിരുന്നു. തിരുവനന്തപുരം പവർ ഹൌസ് റോഡിലെ ബെവ്കോ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 1,13,00,000 രൂപയുടെ മദ്യം ഇവിടെ വിറ്റഴിക്കപ്പെട്ടു. ഒരു ദിവസം കൊണ്ടാണ് ഈ വിൽപ്പന. കഴിഞ്ഞ ക്രിസ്മസ് വിൽപ്പനയിൽ ആശ്രാമം ബെവ്കോ ഔട്ട്ലെറ്റ് നേടിയ 1 കോടി രൂപയാണ് ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ്. ഈ 1 കോടി രൂപയുടെ വിൽപ്പനയാണ്, പ്രതിദിന വിൽപ്പനയാണ് തിരുവനന്തപുരത്തെ പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റ് മറികടന്നത്. അതോടൊപ്പം ന്യൂ ഇയർ വിൽപ്പനയിൽ 2ാം സ്ഥാനത്തുള്ളത് ആശ്രാമം, കൊല്ലത്തെ ആശ്രാമം ഔട്ട്ലെറ്റിനാണ് 96 ലക്ഷം രൂപ. 3ാം സ്ഥാനം പാലാരിവട്ടം രവിപുരം ഔട്ട്ലെറ്റിനാണ്. അവിടെ 88 ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു. ആകെ ഇത്തവണ ഈ 10 ദിവസം, അതായത് ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ചേർത്തുള്ള ആകെയുള്ള അടുത്ത 10 ദിവസങ്ങളിലായി 686 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ തവണ ഇത് 649 ആയിരുന്നു. ഈ 686 കോടി രൂപയിൽ 600 കോടി രൂപയും സർക്കാരിനാണ് ലാഭമായി ലഭിക്കുന്നത്. ആര്യ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. ജാതി സംവരണം അവസാനിപ്പിച്ച് പൂർണ്ണമായും സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന നിലപാടുമായി NSS. മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിച്ച ഈ നിലപാട് നടപ്പിലാക്കാൻ ശക്തമായ നിലപാടുമായി NSS മുന്നോട്ടു പോകുമെന്ന് നായർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് G. സുകുമാരൻ നായർ പറഞ്ഞു. മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കി മതേതരത്വം തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതായി BJPയെ ഉന്നം വെച്ച് G. സുകുമാരൻ നായർ പറഞ്ഞു. കേവലം സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന നിലപാടല്ല NSS മുന്നോട്ട് വെച്ചത്. ജാതി സംവരണം അവസാനിപ്പിച്ച് തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കണമെന്ന് നായർ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെടുന്നു. സാമ്പത്തിക സംവരണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും സർക്കാരിനെ ഉന്നം വെച്ച് G. സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ജാതി സംവരണം അവസാനിച്ച് സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്നുള്ള ശ്രീ മന്നത്ത് പത്മനാഭന്റെ 64 വർഷം മുമ്പ് ഉള്ള പ്രഖ്യാപനം നടപ്പാക്കുവാൻ നായർ സർവീസ് സൊസൈറ്റി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും. ഇപ്പം സാമ്പത്തിക സംവരണം തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതില്ലാതാക്കാനാണ് അവരുടെ ശ്രമം. അതൊന്നും വില പോകത്തില്ല.
BJPക്കെതിരെയും സുകുമാരൻ നായർ പരോക്ഷ പ്രതികരണം നടത്തുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി മതേതരത്വം തകർക്കാനുള്ള ശ്രമം അപലപനീയമാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല നാമജപ കേസുകൾ പിൻവലിക്കണമെന്ന് NSS വീണ്ടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഫലത്തിൽ കോൺഗ്രസിനോട് മൃദുസമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് NSS സ്വീകരിക്കുന്നതെന്നാണ് സൂചന. നാളെ മന്നം ജയന്തി സമ്മേളനം ശശി തരൂർ ഉദ്ഘാടനം ചെയ്യും. തരൂരിനെ വേദിയിലെത്തിച്ച് NSS നടത്തുന്ന നീക്കങ്ങൾക്ക് ഇതോടെ പ്രാധാന്യം ഏറുകയാണ്. തരൂരും സുകുമാരൻ നായരും നടത്തുന്ന പ്രസംഗങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. അരിയിൽ ഷുക്കൂർ കൊലക്കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് കാണിച്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ. കേസ് അട്ടിമറിച്ചതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിക്കണം. അവർ വിചാരണ നേരിടണമെന്നും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പരാമർശം അനാവശ്യമായിരുന്നുവെന്ന് K സുധാകരൻ തന്നോട് പറഞ്ഞുവെന്നും അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ പറഞ്ഞു. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. കാവ്യകേളിയെ ജീവിത സബരിയാക്കിയ വടകര കുട്ടോത്തെ TIV നമ്പൂതിരിക്ക് ഇത്തവണയും കലോത്സവ വേദിയിൽ ശിഷ്യയുണ്ട്. 34 വർഷമായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ച ഇദ്ദേഹം ഒഴിവുവേളകളെല്ലാം കാവ്യകേളിക്കായി ചെലവിടും. സുശാന്ത് വടകരയുടെ റിപ്പോർട്ട് കാണാം. തൊണ്ടാ തുറക്കണം, ഭാവം സ്ഫുരിക്കണം, എന്നാലേ നന്നാവൂ കാവ്യകേളി. കുട്ടികളെ നമുക്കൊന്നിച്ചിരുന്നിട്ടങ്ങുച്ചത്തിൽ ചൊല്ലിടാം കാവ്യകേളി. മഹാകവി വൈലോപ്പിള്ളിയാണ് കാവ്യകേളിയെ ഒരു മത്സരീനമായി രൂപപ്പെടുത്തിയത്. ക്രമേണ കലോത്സവ വേദികളിൽ അപൂർവമായെങ്കിലും മത്സരാർത്ഥികളെത്തി. 1988 മുതൽ കാവ്യകേളിക്ക് കുട്ടികളെ ഒരുക്കുന്നതിൽ TIV നമ്പൂതിരി തന്റെ സമയം മാറ്റിവെച്ചു. 100ഓളം ശിഷ്യർ അദ്ദേഹത്തിലൂടെ വേദികളിലെത്തി. സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിലും ഇദ്ദേഹത്തിന്റെ ശിഷ്യർ ശബ്ദശുദ്ധിയിലൂടെ മലയാളത്തെ ആസ്വദിപ്പിച്ചു. ഇത്തവണയും ഹയർ സെക്കൻഡറി തലത്തിൽ ഒരു ശിഷ്യ മത്സരിക്കുന്നുണ്ട്. കൃഷ്ണനെ കാണാൻ 73ാം ജന്മദിനത്തിൽ നമ്പൂതിരി മാഷിന് ആശംസ നേരാൻ ശിഷ്യർ വീട്ടിലെത്തി. കുട്ടികളെ തേടി പിടിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ 15ഓളം കുട്ടികളുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയിട്ട്. അവർ ഞായറാഴ്ചകളിൽ ഇവിടെ ഒരു കാവ്യ സല്ലാപം തന്നെയാണ് നടത്താറ്. അത് മനസ്സിന് വളരെയധികം സന്തോഷം നൽകും. പിന്നെ ഇതാവുമ്പോൾ കാവ്യകേളി അക്ഷരശ്ലോകത്തിനുള്ള പ്രത്യേകത ഒരു കമ്പ്യൂട്ടർ പോലെ മനസ്സ് ആവും. ഞായറാഴ്ചകളിൽ വീട്ടിൽ പരിശീലനമുണ്ട്. ഇപ്പോൾ 15 പേർ പരിശീലിക്കുന്നുണ്ട്. മേമുണ്ട ഹൈസ്കൂളിൽ നിന്നും മലയാളം അധ്യാപകനായി വിരമിച്ച TIV നമ്പൂതിരി കാവ്യകേളിക്കായി അതേ പേരിൽ കവിതകൾ ഉൾക്കൊള്ളിച്ച് പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. ന്യൂസ് 18 വടകര. കാലിക്കറ്റ് സർവകലാശാല MA മ്യൂസിക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സന്തോഷത്തിലാണ് തിരൂർ പരിയാപുരം സ്വദേശിനിയായ സ്നേഹ. പ്രതിസന്ധികൾ വഴിമുടക്കിയായി വന്നെങ്കിലും സംഗീതത്തെ കൈവിടാതെ മുറുകെ പിടിക്കുകയായിരുന്നു സംഗീത അധ്യാപിക കൂടിയായ സ്നേഹ. വളാഞ്ചേരിയിൽ നിന്ന് ജിഷാദിന്റെ റിപ്പോർട്ട് കാണാം. എരിയും പോരെയും പോൽച്ചേ നരിയില്ലേരവും നീയും പെരിയ സൂര്യരിൽ ജവാബുരിവാനറിവും തന്നിട് ഹക്കവനുടെ തീമകിലിന്തിൻ സൂചായേ പക്കാര ശിമില പുലിയാരേ
പച്ചാട്ടിരി PNM UP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്നേഹ സംഗീത ലോകത്തേക്ക് പിച്ചവെച്ചത്. പല പ്രതിസന്ധികളും പിന്നീടുണ്ടായെങ്കിലും സംഗീതത്തെ കൈവിടാതെ സ്നേഹ കൂടെ കൂട്ടി. +2 പഠനത്തിന് ശേഷം ചെമ്പൈ സംഗീത കോളേജിൽ BA മ്യൂസിക്കിന് ചേർന്നു. ഇതാണ് വഴിത്തിരിവായത്. പരിയാപുരം ചെറിയ പറമ്പിൽ ജിഷയുടെ മകളായ സ്നേഹയ്ക്ക് എല്ലാ പിന്തുണയുമായി അധ്യാപകരുമുണ്ടായിരുന്നു. BA പരീക്ഷയിൽ 5ാം റാങ്ക് ലഭിച്ച സ്നേഹ നിലവിൽ സ്കൂൾ അധ്യാപികയാണ്. MA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും പരീക്ഷാ ദിവസങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി സ്കൂൾ ഒപ്പം നിന്നു. കലാമേളയുടെ തിരക്കുകൾക്കിടയിലാണ് പരീക്ഷയെത്തിയത്. എന്നാൽ ചുറ്റുമുള്ളവരുടെ പിന്തുണയിൽ സ്നേഹ നേട്ടം സ്വന്തമാക്കി. സബ് ജില്ലാ, ജില്ലാ, സ്റ്റേറ്റ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. +2 വരെ അതിന് പോയിരുന്നു. പിന്നെ ഡിഗ്രി ലെവലിൽ നമ്മൾ A സോണ്, ഇൻ്റർ സോണ് അതിന് പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ കൊറോണയായിട്ട് പിന്നത്തെ ഇയറുകളൊന്നും അത് നടത്തിയിരുന്നില്ല. പിന്നെ മാപ്പിളപ്പാട്ടിൽ എൻ്റെ ഒരു ഗുരുവായിരുന്നു ഫൈസൽ സാറ്. ഫൈസൽ കന്മൻ എന്നാണ് പേര്. സാറ് ഇപ്പോൾ ഒരുപാട് മാപ്പിളപ്പാട്ട് സ്വയം രചിക്കാറൊക്കെ ഉണ്ട്. സാറേയും ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറയുന്നു. സാറ് വഴി ഒരുപാട് വിജയങ്ങൾ അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ MA മ്യൂസിക്കിന് 1ാം റാങ്ക് നേടിയതോടെ അഭിനന്ദന പ്രവാഹമാണ് സ്നേഹയെ തേടിയെത്തുന്നത്. ഗായകരായ യേശുദാസിനെയും KS ചിത്രയെയും നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നതാണ് ആഗ്രഹം. സംഗീതത്തെ കൂടുതൽ അറിയാനുള്ള തയ്യാറെടുപ്പുകളിലാണ് സ്നേഹ. ന്യൂസ് 18 തിരൂർ. വടക്കേ മലബാറിൽ തെയ്യക്കാലമാണ്. അസുരവാദ്യത്തിന്റെ അകമ്പടിയോടെ അരങ്ങിലെത്തുന്ന തെയ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കാവുകളിൽ നിറഞ്ഞാടുകയാണ്. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരിയിൽ കെട്ടിയാടിയ അർദ്ധചാമുണ്ഡി തെയ്യത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കണ്ണൂർ ആലക്കോട് നിന്ന് ശ്രീനിവാസന്റെ റിപ്പോർട്ട്. മുഖത്തെഴുതി കാലിൽ ചിലമ്പുമണിഞ്ഞ് കോലധാരി അണിയറയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴേക്കും ബാല്യക്കാർ കുളി കഴിഞ്ഞ് ഈറനോടെ പുറത്തു നിൽക്കുന്നുണ്ടാകും. അത്രയും നേരം ക്ഷേത്രസന്നിധിയിലുണ്ടായിരുന്ന തെയ്യക്കോലങ്ങൾ തമ്പുരാട്ടിയുടെ വരവറിയിച്ച് ക്ഷേത്രമുറ്റത്തു നിന്നും വിടവാങ്ങും. ഇനി തിരുമുടി നിവരുന്ന സമയം. അഗ്നിശുദ്ധി വരുത്തിയ തിരുമുടി ഉയരുമ്പോൾ വാദ്യമേളങ്ങൾ ഉച്ചസ്ഥായിലെത്തും. തമ്പുരാട്ടിയുടെ തിരുമുടി നിവരുന്നത് കാണാനെത്തിയവർ ആ സമയം എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പും. ഭജിക്കുകയായിരുന്ന ദേവിയെ മോഹിച്ചെത്തിയ പട്ടരെ വധിക്കുന്നിടത്താണ് അർദ്ധചാമുണ്ഡിയുടെ ഐതിഹ്യം തുടങ്ങുന്നത്. ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഒരു പട്ടര കൊത്തി എന്ന് പറഞ്ഞ ചടങ്ങാണ്. അത് പട്ടര ഭഗവതിയെ മോഹിച്ച് വരുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഭഗവതിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഭഗവതി പട്ടരെ ഭരണമായി സ്വീകരിക്കുന്നത് പട്ടർക്ക് ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ ഭഗവതി പട്ടരെ സ്വീകരിക്കാണ്ട് പട്ടരെ വധിക്കുകയാണ് ചെയ്യുന്നത്. അതിനോടുകൂടി ഭഗവതി ശാന്തരൂപത്തിലേക്ക് വരുമെന്ന്. കോടല്ലൂർ വിശ്വകർമ്മ ദേവസ്ഥാനം, കാഞ്ഞിലേരി അർദ്ധചാമുണ്ഡിക്കാവ് എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പട്ടരുമായുള്ള വാക്കുതർക്കവും തുടർന്ന് നടക്കുന്ന സംഘർഷവുമെല്ലാം ആകാംക്ഷയോടെയാണ് ഭക്തജനങ്ങൾ നോക്കി നിൽക്കുന്നത്. പട്ടരുടെ വധത്തിനു ശേഷം ശാന്തരൂപം പ്രാപിക്കുന്ന ദേവി ഭക്തരെ അനുഗ്രഹിച്ച് അർദ്ധരാത്രിയോടടുത്ത് അരങ്ങേറി. ന്യൂസ് 18 ശ്രീകണ്ഠാപുരം. ജീവിതയാത്രയിൽ പങ്കാളി ഒരു ഭാരമാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചവർക്ക് ജീവിതം കൊണ്ട് മറുപടി പറയുകയാണ് കൊല്ലം കറവൂരിലെ ശാന്തി എന്ന വീട്ടമ്മ.
കഴിഞ്ഞ 35 വർഷമായി ഭർത്താവിനെ തോളിലേറ്റിയാണ് ശാന്തിയുടെ യാത്ര. പുനലൂരിൽ നിന്ന് മനോജിന്റെ റിപ്പോർട്ട്. 25 വർഷം കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ട് നടക്കുക. 2 പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് വീഴുകയും ചെയ്ത്. ഇവിടുന്ന് മേളിൽ നിന്ന് ചാലിന്ന് വെള്ളം വരും. ആ വെള്ളത്തിന്റെ അടുത്ത് വരുന്നപ്പോഴത്തേക്ക് ഇവരെ കാല് ചവിട്ടിട്ട് നിന്നില്ല, കാലങ്ങ് തെന്നി പോയി. ചെരുപ്പൊന്നും ഇട്ടോണ്ട് വരാൻ പറ്റൂല. പടി തെന്നി അങ്ങ് എന്നെ കൊണ്ട് പൊത്തോന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ കളിയാക്കി. പിന്നെ ഞങ്ങളെല്ലാം ഓടിച്ചാടി നടക്കുന്ന നിന്റെ ഭർത്താവിനെ നീ ഇങ്ങനെ അടുത്ത് ചോദിച്ചോണ്ട് നടക്കണ്ടേ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ കറവൂർ 16ാം ഫില്ലിംഗിൽ നിന്നാണ് ഈ കാഴ്ച. ഈ കാട്ടുവഴികൾക്കും മലയിടുക്കുകൾക്കും ശാന്തിയെയും അവളുടെ ചുമലിൽ കുട്ടിയെപ്പോലെ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഭർത്താവ് മുരുകനെയും 35 വർഷമായി അറിയാം. കാഴ്ചക്കാർ പലരും ചോദിക്കും പോലെ ശാന്തിക്ക് ഒരിക്കലും ഇതൊരു ഭാരമായി തോന്നിയിട്ടില്ല. ഭർത്താവിന് പിള്ളവാദം വന്നതായിരുന്നു. എൻ്റെ 17 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. എൻ്റെ 21ാമത്തെ വയസ്സിലുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിയുന്നത്. പിന്നെ അന്ന് മുതൽ ഈ കല്യാണം കഴിയാണ്ട് അന്ന് മുതൽ ഞാനാ കൊണ്ടുപോകാൻ വരികയൊക്കെ ചെയ്യുന്നത്. പിള്ളവാദം വന്ന് 3.5 വയസ്സിൽ തളർന്നു വീണതാണ് മുരുകൻ. അരയ്ക്ക് കീഴ്പോട്ട് ശോഷിച്ചുപോയി. 21 വയസ്സുവരെ മുരുകനെ പോറ്റിയതും തോളിലേറ്റി നടന്നതും അമ്മയാണ്. അമ്മയുടെ ആരോഗ്യം മോശമായതോടെ അമ്മയാണ് മുരുകന്റെ കൂട്ടായി ശാന്തിയെ കണ്ടെത്തിയത്. എനിക്ക് 21ാമത്തെ വയസ്സ് വരെ അവരെന്നെ നോക്കിയപ്പോ എന്നെ അമ്മ പറഞ്ഞു, ഞാൻ ചത്തുപോയ മോനെ ആര് നോക്കും, കൂടുതലുള്ളവരാരും നോക്കത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ അമ്മയെ പേട്ട് പിടിച്ച് കരഞ്ഞ് അതിപ്പോ എന്റെ അമ്മ പറഞ്ഞു, ഒരു കരച്ച് ഒരു പെണ്ണ് നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ നോക്കി ഇവരെ പോയി നോക്കിയത്. അവരെ എന്റെ കൂട്ടത്തിൽ വെച്ച് കല്യാണം കഴിച്ചു. ഇപ്പോഴേ 21 വയസ്സേ ഉള്ളൂ. 21ാമത്തെ വയസ്സിൽ അവരെ കല്യാണം കഴിച്ച്. അമ്മയുടെ ചുമലിൽ നിന്ന് ശാന്തിയുടെ ചുമലിലേക്ക് മാറിയ മുരുകന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അമ്മയെ പോലെയാണ് ശാന്തിയും. ഞങ്ങളുടെ അമ്മയുടെ ഭാരം കുറച്ച് ചുമക്കുന്നത് എന്റെ ഭാര്യയാണ്. അവളെടുക്കും, റോഡിൽ കൊണ്ടുപോകും, അവിടെ എവിടെ കൊണ്ടിരുത്തും. ഭർത്താവിനെ തോളിലെടുത്ത് ജീവിത പ്രാരാബ്ദങ്ങളോട് പടവെട്ടുന്ന ഈ അമ്മ താണ്ടിയ കടമ്പകൾ പലതാണ്. ദമ്പതികൾക്ക് 2 പെൺമക്കൾ. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു. 2ാമത്തെ മകൾ +1 പഠിക്കുന്നു. പുറമ്പോക്ക് സ്ഥലത്ത് പഞ്ചായത്ത് നൽകിയ വീട് കഴിഞ്ഞ 5 വർഷമായി ചോർന്നൊലിക്കുകയാണ്. പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും സ്ഥലമില്ല. പട്ടികജാതി വിഭാഗത്തിന് അർഹമായ വീടും സ്ഥലവും വേണമെന്നാവശ്യപ്പെട്ട് തെന്മല പഞ്ചായത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമാകുന്നു. യാത്ര ചെയ്യാൻ വഴി വേണം, സ്വന്തം സ്ഥലവും വീടും വേണം. ഭർത്താവിനെ ചുമന്നുള്ള 3.5 പതിറ്റാണ്ട് യാത്രയിൽ ശാന്തിക്ക് പലതവണ വിഷപ്പാമ്പിന്റെ കടിയേറ്റു. കോവിഡും ഇവരെ വെറുതെ വിട്ടില്ല. ഇതൊക്കെ ശാന്തിയുടെ ആരോഗ്യത്തെയും ബാധിച്ചു. ഇനി എത്ര കാലം ഇങ്ങനെ ചുമക്കാനാകുമെന്നറിയില്ല. ജീവിക്കാൻ ഒരു വരുമാന മാർഗം വേണം. അതാണ് ഇവരുടെ ആഗ്രഹം. ന്യൂസ് 18 പുനലൂർ. സന്നിധാനം ഭക്തിസാന്ദ്രം. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. പുതുവർഷത്തിലും സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം. വലിയ നടപ്പന്തലിലും ഫ്ളൈ ഓവറിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. തിരക്കിനെ തുടർന്ന് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നിയന്ത്രണത്തോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും? പതിവ് പോലെ പുതുവർഷ ദിനമായിട്ട് കൂടി ഇന്നും തീർത്ഥാടകരുടെ വൻ തിരക്കാണല്ലേ?
ആര്യ, പുതുവർഷത്തിലും സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണ്ഡലകാലത്ത് ഉണ്ടായ തിരക്ക് പോലെ തന്നെയാണ് പുതുവർഷത്തിലും ഇന്ന് തിരക്ക് കൂടുതലുണ്ടായിരിക്കുന്നത്. ഇന്ന് 90,000 പേരാണ് വെർച്വൽ ക്യൂ വഴി സന്നിധാനത്ത് ബുക്ക് ചെയ്ത് ദർശനത്തിന് എത്തിയിരിക്കുന്നത്. ഇതിൽ 62,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തി 5 മണിയോടുകൂടി ദർശനം നടത്തിയിട്ടുള്ള കണക്കുകൾ കൂടി ലഭിക്കുന്നു. എന്തായാലും വലിയ തിരക്ക് രാവിലെ മുതൽ ദർശനത്തിനായി അനുഭവപ്പെടുന്നുണ്ട്. സിവിൽ ദർശനം കൂടുതലുണ്ട്. അതായത് ഇരുമുടിയില്ലാതെ തന്നെ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ ഒരു തിരക്ക് കൂടി ഇപ്രാവശ്യമുണ്ട്. അത് പുതുത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സന്നിധാനത്ത് വലിയ തിരക്ക് ഉണ്ട്. വലിയ നടപ്പന്തലും അതുപോലെ തന്നെ ഫ്ലൈ ഓവറിലും അടക്കം തീർത്ഥാടകർ കാത്തു നിന്നാണ് ദർശനം നടത്തുന്നത്. ഇവിടങ്ങളിൽ 18ാം പടി വഴി തീർത്ഥാടകരെ വലിയ പെട്ടെന്ന് തന്നെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട്. ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സംവിധാനമാണ് പോലീസ് ചെയ്യുന്നത്. എന്തായാലും നെയ്യഭിഷേകത്തിനുള്ള സമയം കൂടി തീർത്ഥാടകർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പ്രധാനമായും 11:30 വരെയാണ് നെയ്യഭിഷേകമുള്ളത്. അതിനുള്ള സമയം ലഭിക്കാത്തതാണ് തീർത്ഥാടകരെ സംബന്ധിച്ച് ഒരു വിഷമമുള്ള കാര്യം. അതുകൊണ്ട് കൂടുതൽ സമയം നെയ്യഭിഷേകം നടത്താൻ വേണ്ടി തീർത്ഥാടകർ സന്നിധാനത്ത് തങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ തിരക്ക് വർദ്ധിക്കാൻ ഒരു കാരണമായി പറയുന്നത്. എന്തായാലും 18ാം പടിയിൽ ഒരു മിനിറ്റിൽ 80 മുതൽ 90 വരെ ആളുകളെ പെട്ടെന്ന് കയറ്റി വിടുകയും ശ്രീകോവിലെവിടെയും സമാനമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങുന്നുള്ള ക്രമീകരണമാണ് പോലീസും അതുപോലെ ദേവസ്വം ബോർഡ് ജീവനക്കാരും നടത്തുന്നത്. അത്തരത്തിൽ തിരക്ക് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വലിയ തിരക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം. ഇന്ന് മുതൽ 14 മകരവിളക്ക് വരെ ഓരോ ദിവസവും 90,000 വീതം ആളുകളാണ് തീർത്ഥാടകരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ സ്പോട്ട് ബുക്കിംഗുകൾ 10,000-ന് മേളിൽ വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ശരാശരി 1,00,000 തീർത്ഥാടകർ സന്നിധാനത്ത് മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ 14 ലക്ഷത്തോളം തീർത്ഥാടകർ 15 ലക്ഷത്തോളം തീർത്ഥാടകർ ഒരുപക്ഷെ ഈ മകരവിളക്ക് തീർത്ഥാടനത്തിന് സന്നിധാനത്ത് എത്താൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അതനുസരിച്ചാണ് വെർച്വൽ ക്യൂവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഹരിഹരാസനമുള്ള പടി നടയടയ്ക്കാനുള്ള ക്രമീകരണം. എന്തായാലും തീർത്ഥാടകർ തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ 11:30-ക്കാണ് ഹരിവരാസനം പടി നടയടയ്ക്കുന്നുള്ള ക്രമീകരണം ഇപ്പോൾ ഉള്ളത്. ശരി, ശശിനാരായണനാണ് സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. അന്തരിച്ച മുൻ മാർപ്പാപ്പ പോപ്പ് എമിറേറ്റസ് ബെനഡിക്ട് 16 ലോകം വിട ചൊല്ലുന്നു. നാളെ രാവിലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. സ്ഥാനത്യാഗത്തിലൂടെയും ദൈവശാസ്ത്ര പഠനത്തിലെ അവഗാഹത്തിലൂടെയും ആഗോള കത്തോലിക്ക സഭയിൽ ചരിത്രമെഴുതിയ മുൻ മാർപ്പാപ്പ ബെനഡിക്ട് 16 വിട ചൊല്ലുകയാണ് വിശ്വാസി സമൂഹം. വത്തിക്കാനിലെ മാത്തർ എക്ലേസിയ ആശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നാളെ രാവിലെ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 7 മണിവരെ പൊതുജനങ്ങൾക്ക് ആദരമർപ്പിക്കാം. വ്യാഴാഴ്ച രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ചടങ്ങ്. മുൻ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന് നിലവിലെ മാർപ്പാപ്പ നേതൃത്വം വഹിക്കുന്ന സാഹചര്യം സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വത്തിക്കാൻ ഗ്രോട്ടോസിലാണ് ബെനഡിക്ട് 16 അന്ത്യവിശ്രമമൊരുക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വിജ്ഞാനത്തെ എതിർക്കുന്ന ശക്തികൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രി. ഇരുട്ടിന്റെ ശക്തികളെ പരാജയപ്പെടുത്തേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ. ഫണ്ട് സമാഹരണത്തിലെ വീഴ്ചയിൽ MSF സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ നടപടി. ഷജീർ ഇക്ബാൽ, ഫിറോസ് പള്ളത്ത് എന്നിവരെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് നീക്കി. രാജ്യത്ത് ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ. ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നുവെന്നും VC. ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ. കുട്ടികളെ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കമ്മീഷണർ. കണ്ണൂർ ചെറുപുഴയ്ക്ക് സമീപം പാലാവയലിൽ വെടിക്കെട്ട് അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. പാലാവയൽ സെന്റ് ജോൺസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനിടയിലാണ് അപകടം. MSF നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ. തന്നെ സസ്പെൻഡ് ചെയ്തത് പ്രതികാര നടപടിയാണ്. ഫണ്ട് ശേഖരണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നതായും ഷജീർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഷജീർ ഇപ്പോൾ പറയുന്നത്? ഈ ഫണ്ട് സമാഹരണത്തിൽ MSF സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ട് സമാഹരണത്തിൽ വീഴ്ച വരുത്തി എന്ന് കാണിച്ചാണ് 2 സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ
നടപടി സ്വീകരിച്ചത്. ഷജീർ ഇക്ബാലിനും ഫിറോസ് പള്ളത്തിനുമെതിരെയായിരുന്നു നടപടി. ഇതിൽ ഷജീർ ഇക്ബാലാണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നോട് കാണിച്ചത് പ്രതികാര നടപടിയാണ്. നേരത്തെ സ്വീകരിച്ച ഹരിത വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടുകളുടെ പേരിലുള്ള പ്രതികാര നടപടിയായിട്ടാണ് ഇപ്പോൾ തന്നെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഈ ഫണ്ട് സമാഹരണത്തിൽ ക്വാട്ട നിശ്ചയിച്ചതിലെ അശാസ്ത്രീയത നേരത്തെ തന്നെ യോഗങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നിട്ടും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ക്വാട്ട പൂർത്തീകരിച്ച് പണമടച്ചു. പക്ഷെ അത് അപ്ലിക്കേഷനിലെ ചില പ്രശ്നങ്ങൾ കാരണം സാങ്കേതികമായി നീണ്ടുപോവുകയായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും നേതൃത്വം ഇങ്ങനെ നടപടിയെടുക്കുകയും പിന്നീട് ആ സർക്കുലർ തന്നെ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത് നേരത്തെയുള്ള ഈ പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ ഷജീർ ആരോപിക്കുന്നത്. നേരത്തെ ഹരിത ഭാരവാഹികൾക്കൊക്കെ ഒപ്പം നിന്ന ആളാണ് ഷജീർ. അങ്ങനെയുള്ള നിലപാടുകൾ നേരത്തെ സ്വീകരിച്ചതാണ് ആ ഒരു സംഘത്തെ മുഴുവൻ. അത്തരത്തിൽ ഈ ഹരിതയ്ക്കൊപ്പം നിന്ന നേതൃത്വത്തെ മുഴുവൻ നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ലത്തീഫ് തുറയൂർ ഉൾപ്പെടെയുള്ള ആളുകളെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയിരുന്നു. എന്നിട്ടും അവശേഷിച്ച ആളുകൾക്കെതിരെ ഇപ്പോഴും PK നവാസിന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷം നടപടി തുടരുന്നു എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ആക്ഷേപം. ശരി, അശ്വിൻ വലത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ